ഒരു ചെറിയ കയ്യബദ്ധം നാറ്റിക്കരുത്. I made a mistake last month. ഈ മിസ്റ്റേക്ക് കാരണം എന്റെ ക്ലയൻസിന് $2,000 നഷ്ടപ്പെട്ടു. ഈ ഒരു ജേർണിയിൽ എന്റെ സക്സസ് സ്റ്റോറീസ് മാത്രം ഷെയർ ചെയ്ത് പോവാതെ നമ്മുടെ ജേർണിയിൽ ഉണ്ടായിട്ടുള്ള അല്ലറ ചില്ലറ മിസ്റ്റേക്സുകളും എല്ലാം ഷെയർ ചെയ്ത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. I tell you what exactly happened. So we purchased an off market property. ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒരു $755,000 ഒക്കെ ആയിരുന്നു എന്റെ കയ്യിൽ കിട്ടുമ്പോൾ. It's one of the premium location, great owner occupied property, and we negotiated it down to $740,000. അത് കഴിഞ്ഞ് ബിൽഡ് ആൻഡ് ടെസ്റ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. We identified a few repair works to be done in the house and I negotiated $8,000 discount with the sales agent. സെയിൽസ് ഏജന്റ് തിരിച്ച് സെല്ലറുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാകേഷ് വിൽ ഗിവ് യു $6,000 ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് റിഡക്ഷൻ. ബാക്കി $2,000 വിൽ അഡ്ജസ്റ്റ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ ലാൻഡ് ടാക്സ് ദാറ്റ് വിൽ ബി പെയ്ഡ്. ഇത് ആ ഒരു ബഡ്ജറ്റ് ഡിക്ലറേഷൻ നടക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് നടക്കുന്ന ഡിസ്കഷനിലാണ്. അപ്പോൾ ഒന്ന് ദർ വാസ് എനിക്ക് എന്റെ ഭാഗത്ത് ഒരു സ്പീഡ് ഉണ്ടായിരുന്നു പെട്ടെന്ന് കോൺട്രാക്റ്റും കാര്യങ്ങളും ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ആൻഡ് ദെൻ ഐ ഓൾസോ ഹാഡ് ട്രസ്റ്റ് ഇൻ ദ സെയിൽസ് ഏജന്റ്. പിന്നെ ഇത് $2,000 കണക്കല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഐ ജസ്റ്റ് സെഡ് ഓക്കെ ഗോ ഹെഡ്. ഞാനത് കൂടുതൽ അതിനകത്തോട്ട് ഇൻവോൾവ് ആയില്ല. 2-3 ആഴ്ച കഴിഞ്ഞ് എന്റെ ലോയർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാകേഷ് $2,000 അത് എന്തായാലും ആ സെല്ലർ പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ലാൻഡ് ടാക്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് ഒന്നും അവിടെ കിട്ടുന്നില്ല. മൈ ക്ലയൻസ് ഗോട്ട് ഡിസപ്പോയിന്റഡ്. അവർ $2,000 എക്സ്പെക്ട് ചെയ്തിരുന്നു. ഐ കുഡന്റ് ഗെറ്റ് ദാറ്റ് ഫോർ ദം. പക്ഷെ എന്റെ അക്കൗണ്ടബിലിറ്റി ഞാൻ അവിടെ നിർത്തിയില്ല. One thing, I got that negative gearing benefits for my clients by signing off the contract before the budget close date. Second, ഞാൻ personally involved ആയി I got all those renovation work done by engaging one of the best renovating company here in Melbourne. And ഈ വീട് end to end ആ renovation company before settlement, unconditional കഴിഞ്ഞതിന് ശേഷം before settlement work ചെയ്ത് hand over ചെയ്തു property. Third thing, we also got $650 weekly rent for that property, one of the best in that market. Fourth thing, just to take ownership of this loss, I cut $1,000 out from my service fees, handed it over back to my clients. And ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? കമ്മ്യൂണിറ്റീന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സർവീസ് നടത്താൻ നേരത്ത് we stop thinking about നമ്പേഴ്സ് എങ്ങനെ മൂവ് ചെയ്യുമെന്നും അത് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യിക്കണമെന്നും ഒക്കെ എനിക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്. ബട്ട് ഐ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ബിസിനസ് ഫോർ സം ടൈം ബിക്കോസ് ദ ഔട്ട്കം ഫോർ ദ ക്ലയൻസ് ഗിവ്സ് മീ മച്ച് ബെറ്റർ ഹാപ്പിനെസ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.